നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒന്നും ഉപയോഗിക്കേണ്ട. പാൻ ചൂടായ ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. തേങ്ങയുടെ വെള്ളമയമൊക്കെ മാറി അല്പം ഒന്ന് ഡ്രൈ ആയി. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തായിട്ട് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഴുത്ത മാങ്ങയാണ്. മാങ്ങ നമുക്ക് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ട് മാങ്ങയെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കാം.